നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ 3 ഗുണങ്ങൾ. ലിംഗ കാലം കാലം കാലമാകുന്ന രാജ്യത്ത് 3 ഗുണങ്ങളുടെ ആൾക്കാർ രാവണനും കുംഭകർണനും വിഷ്ണു. അപ്പൊ ഈ രാവണനെയും കുംഭകർണനെയും വധിക്കാതെ നമുക്ക് സീതയെ കിട്ടാൻ പറ്റില്ല. സത്തോട് കൂടെ വേണം. ആ വിഭീഷണ കൂടെ വെച്ചിട്ട് രാവണനെയും കുംഭകർണനെയും വധിച്ചു. അനേകം രാക്ഷസന്മാരെ വധിച്ചു. എല്ലാവരും വധിച്ചതിന് ശേഷം ആരെ കിട്ടി? സീതയെ കാണാൻ സാധിച്ചു. സീതയെ കാണാൻ സാധിച്ചു. ശ്രീരാമൻ സീതയെ കൊണ്ടുവരാൻ പറഞ്ഞു. സീത പല്ലക്കിലേക്ക് കൊണ്ടുവന്നു. തന്റെ ചാരിത്രം രക്ഷിക്കാൻ സീത എന്ത് ചെയ്തു? അഗ്നി കൊണ്ട് കൂട്ടാൻ പറഞ്ഞു. അഗ്നി കൊണ്ട് കൂട്ടി അത് രക്ഷിക്കാൻ. അഗ്നി കൊണ്ട് കൂട്ടി അത് നിഷ്പ്രായപ്പെടുത്തിയ ചാടിയതുപോലെ തന്നെ ആ ശരീരം തിരിച്ചു വന്നു. ശരീരം പൊഴിയില്ല, തീ പിടിച്ചില്ല. കാരണം തന്റെ പാതികൃത്യം ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ അഗ്നി ചാടിയത്. സീതയെ സ്വീകരിച്ചു. വാനരന്മാരെയും സീതാദേവിയും കൊണ്ട് തിരിച്ച് കടലിൽ കൂടി പുഷ്പക വിമാനത്തിൽ കയറി. അങ്ങോട്ട് പോയത് പാലത്തിൽ നടന്നുപോയി. തിരിച്ച് പുഷ്പക വിമാനത്തിൽ കയറി അയോധ്യയിൽ തിരിച്ചു വന്നു. ഭരതനെ കണ്ടു. രാജ്യാഭിഷേകം നടത്തി. അങ്ങനെ ശ്രീരാമൻ വീണ്ടും 14 വർഷം തികയതിന് അന്ന് പ്രതിജ്ഞ 14 വർഷം ഒരു ദിവസമായാൽ ഭരതൻ ആത്മഹത്യ ചെയ്യും. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് അയോധ്യ തിരിച്ചെത്തി ശ്രീരാമൻ പട്ടാഭിഷേകം. ഇങ്ങനെയാണ് പട്ടാഭിഷേകം.